അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മഴ കുറഞ്ഞതോടെ വെള്ളത്തിൽ മുങ്ങുന്ന പുഴയോര നടപ്പാതയിൽ നിന്ന് വെള്ളം ഇറങ്ങി. ജലനിരപ്പ് ഉയർന്നതോടെ പുഴയോര നടപ്പാതയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാകുന്നു. കനത്ത മഴയ്ക്ക് ശമനമായതോടെ മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് താഴ്ന്നു. മഴ കുറഞ്ഞതോടെ പുഴയിൽ ജലനിരപ്പ് ഉയർന്നാൽ ആദ്യം വെള്ളത്തിനടിയിലാകുന്ന പുഴയോര നടപ്പാതയിൽ നിന്നും വെള്ളമിറങ്ങി. കാലവർഷം ശക്തമാവുകയും പുഴ നിറഞ്ഞ് ഒഴുകുകയും ചെയ്ത ദിവസങ്ങളിൽ പുഴയോര നടപ്പാത വെള്ളത്തിനടിയിലായിരുന്നു. എന്നാൽ 2 ദിവസമായി മഴ ശമിച്ചതോടെ പുഴയിലെ ജലനിരപ്പ് താഴുകയും പുഴയോര നടപ്പാതയിൽ നിന്ന് വെള്ളം ഇറങ്ങുകയും ചെയ്തു. ജലനിരപ്പ് ഉയർന്നപ്പോൾ പുഴയോര നടപ്പാതയിൽ അടിഞ്ഞുകൂടിയ ചെളിയും മറ്റ് മാലിന്യങ്ങളും മൂലം ജനങ്ങൾക്ക് ഇപ്പോൾ നടപ്പാതയിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. പ്രഭാത സവാരിക്കും സായാഹ്ന സവാരിക്കും പുഴയോര നടപ്പാതയിൽ നിത്യേന ഒട്ടേറെ പേരാണ് എത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ വെള്ളക്കെട്ടിൽ അടിഞ്ഞുകൂടിയ ചെളിയും മാലിന്യവും നീക്കം ചെയ്യാത്തതിനാൽ ഇപ്പോൾ മീൻപിടുത്തക്കാർ മാത്രമാണ് നടപ്പാതയിലെത്തുന്നത്. നടപ്പാതയിലെ വഴിവിളക്കുകളിൽ ഭൂരിഭാഗവും പ്രവർത്തനരഹിതമായതോടെ ഇവിടം സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയിരുന്നു. മഴ മാറി നിൽക്കുകയും പുഴയിലെ ജലനിരപ്പ് താഴുകയും ചെയ്തതോടെ പുഴയുടെ സമീപത്ത് താമസിക്കുന്നവരുടെ വലിയ ഒരു ആശങ്കയാണ് ഒഴിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. നമുക്ക് റൈറ്റിങ്ങിനായാലും സ്പീക്കിങ്ങിനായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്ന് അവർ കറക്ഷൻസ് തരും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.